പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവയും ക്യാരറ്റും മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പലഹാരം ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ ടേസ്റ്റിയുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിൽ അരക്കപ്പ് പഞ്ചസാര, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ 1 കപ്പ് റവ എന്നിവയിട്ട് നന്നായിട്ട് പൊടിക്കുക. എന്നിട്ടിതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. എന്നിട്ടിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണിത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിക്കണം. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിക്കണം. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ ലേശം ഉപ്പ് എല്ലാം കൂടെ വീണ്ടും നന്നായി ഇളക്കണം. എല്ലായിടത്തും ഇത് വരത്തക്കവണ്ണം നന്നായിട്ട് ഇളക്കുക. ഈ സമയം ഒരു ഓവന് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് ബേക്ക് ചെയ്യാനുള്ള പാത്രവും കൂടെ റെഡിയാക്കി വെക്കണം. ഓയിൽ പുരട്ടുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുകയോ ചെയ്യാം. ഇനിയും ഈ ബാറ്ററിൽ ലാസ്റ്റിൽ 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. അതിന് പകരം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഒഴിച്ചാലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പലഹാരത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. വീണ്ടും നന്നായി ഇളക്കി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഡെക്കറേഷന് വേണ്ടി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വിതറുക. എന്നിട്ട് ഓവനിൽ വെച്ച് 40 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഓവൻ ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്താലും മതി. 40 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ പലഹാരം. ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റാണിത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത്, ഒരു സ്ട്രോബെറി ഉണ്ടായിരുന്നത് ഞാൻ 4ആയിട്ടത് കട്ട് ചെയ്തു. എന്നിട്ട് ചൂടായ ഒരു പാനിൽ 1 ടീസ്പൂൺ പഞ്ചസാര അലിയിച്ചിട്ട് സ്ട്രോബെറി പീസസ് അതിൽ മുക്കി കേക്കിൻ്റെ മുകളിൽ വെച്ചു. നടുവിലായി പൊടിച്ച പിസ്തയും. അടിപൊളി ലുക്ക്. ഈ മനോഹരവും രുചികരമായ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മിക്സിയുടെ ജാറിൽ എല്ലാം അരച്ചെടുക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ്. സാധാരണ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാവുന്നതും ഡെലീഷ്യസുമായ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ